സംഘടനയുടെ ബാധ്യത എന്ന നിലയിൽ വീണ്ടും ഇസ്ലാമിക് സെന്ററിൽ നിന്ന് തന്നെയാണ് ആ 8 ഡിമാൻഡുകൾ വീണ്ടും കൊടുത്തു. ഹോം മിനിസ്റ്ററുടെ അണ്ടർ സെക്രട്ടറിക്ക് അത് സംബന്ധിച്ച് അഫിഡവിറ്റ് ശരിയാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് കൊടുത്തിട്ടും കാത്തിരുന്നു. ഇനി അഫിഡവിറ്റ് എവിടെയാ? കുറെ കഴിഞ്ഞ അവസാനം കഴിഞ്ഞ ഈ ഫെബ്രുവരി 2-ാം തീയതി കൃത്യമായി ഞാൻ ഓർക്കുന്നത്, അന്ന് എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ എന്റെ വീട് താമസവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അന്ന് 2-ാം തീയതിക്ക് മുമ്പ് തന്നെ 2 ദിവസം മുമ്പ് തന്നെ വീണ്ടും വിളിച്ചു. ഹോം മിനിസ്റ്ററും അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും എല്ലാം കൂടിയിരിക്കാണ്. ഒരു IPS ഓഫീസറെ ഇത് സംബന്ധിച്ച് ഏൽപ്പിക്കാൻ പോകാണെന്ന് പറഞ്ഞു. സന്തോഷമായി. എന്ന തൽക്കാലം വേണ്ടെന്ന് വിചാരിച്ചു. 2-ാം തീയതി കൂടാൻ തീരുമാനിച്ചത് വേണ്ട, ഒന്നുകൂടി നീട്ടാമെന്ന് തീരുമാനിച്ചു. കുറെ കഴിഞ്ഞ് വീണ്ടും, പക്ഷേ യാതൊരു ഉത്തരവില്ല. അവസാനം ഞങ്ങൾ ചോദിച്ചു, അതിനൊരു GO എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഗവൺമെന്റ് ഓർഡർ. ആ ഗവൺമെന്റ് ഓർഡർ എവിടെ എത്തി എന്ന് ചോദിച്ചു. അതൊന്ന് തരുമോ? അതൊന്ന് മെയിൽ ചെയ്യാൻ സാധിക്കോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഇപ്പൊ പറയാം, ഞാനിപ്പോ ഫോൺ ചെയ്യാനാണ്. പിന്നെ ഫോൺ ചെയ്ത് കണ്ടില്ല. ഒടുക്കം അങ്ങനൊന്നും നടക്കൂല എന്ന് വന്നപ്പോ അവസാനത്തെ തീരുമാനം എന്ന നിലയിൽ ഞങ്ങൾ യോഗം കൂടുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചു, നിങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കടലാസ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ആയി എന്ന് പറയാനാകുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല എന്നായി. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അങ്ങനെ ഒരു തീരുമാനമായി എന്ന് കേൾക്കണില്ല. അത് സംബന്ധിച്ചുള്ള വേറെ വിവരങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമല്ല, എനിക്കത് മന്ത്രി പറഞ്ഞ ഒരു ഉറപ്പേ ഉള്ളൂ എന്നാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ബഹുമാന്യ അഷ്റഫ് ഫൈസിയുടെ വാക്കുകൾ കടമെടുത്താൽ, ഞങ്ങളിനി പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഇതാ മുടിയുടെ കുറച്ച് കാര്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും. ഞാൻ അഷ്റഫ് ഫൈസിയുടെ വാക്കുകൾ മുഴുവൻ പറയണില്ല. അങ്ങനെ നടക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കുന്ന വിധത്തിലാണ്. എന്താ ഉറപ്പെന്ന് പോലും പറയാൻ കഴിയാതെ, ഒരു മാറ്റർ തരാൻ സാധിക്കാതെ, ഒരു ഗവൺമെന്റ് ഓർഡറിന്റെ പതിപ്പ് തരാൻ സാധിക്കാതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അത് പറയുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടുക്കൽ പോയി ഇത് ചർച്ച ചെയ്യുകയും ബഹുമാന്യ മുഹമ്മദ് ഫൈസി അതിൽ കൃത്യമായി ഇടപെട്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അതിന് സമ്മതിക്കുന്ന വിധം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും അതിന്റെ ഒക്കെയും ഫലമാണ് ഇന്ന് ഈ മാർച്ച്. ഒരാഴ്ച കൊണ്ട് ഒന്ന് വിരൽ ഞൊടിച്ചപ്പോൾ ഉണ്ടായതാണ് ഈ ബഹുജന പ്രക്ഷോഭം. ഇനി അധികം താമസിയാതെ കാര്യങ്ങളെ ബോധ്യപ്പെടാൻ ഗവൺമെന്റ് താമസമുണ്ടെന്ന് വന്നാൽ വലിയ പ്രക്ഷോഭങ്ങൾ മാത്രമല്ല, വലിയ നഷ്ടങ്ങളായിരിക്കും ക്ഷണിച്ചു വരുത്തപ്പെടുന്നതെന്ന് ഓർക്കുകയാണ്. ചെറിയൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. ഇതിന് പോസ്റ്ററുകൾ മുഴുവനും ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങളൊരു പോസ്റ്റിന്റെയും മുമ്പിൽ പോയി നിന്നിട്ടില്ല. ഒരൊറ്റ പോസ്റ്റിലും നിങ്ങൾക്ക് ഇതിന്റെ പരസ്യം കാണാൻ കഴിഞ്ഞിട്ടില്ല. ആകെ പത്രപരസ്യമല്ലാതെ മറ്റൊന്നും ചെയ്യാതെ ഈ കണക്കിന് ആളുകൾ തിങ്ങിക്കൂടാൻ സാധിച്ചുവെങ്കിൽ ആ ആവശ്യമായ സമയമെടുത്താൽ പലതും നടക്കുമെന്നതിന്റെ ബോധ്യമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ പേരിലാണ് ഇത്. സമസ്തയുടെ മാത്രം പ്രശ്നമല്ല, ആഗോള മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നമാണ്. സൽമാൻ റുഷ്ദിക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞതിന്റെ പേരിൽ അപമാനിതനാകേണ്ടി വന്നുവെങ്കിൽ, പുണ്യനബിയെ സൽമാൻ റുഷ്ദി പോലും, സാക്ഷാൽ സോളമൻ റുഷ്ദി പോലും പറയാത്ത വിധം അള്ളാഹുവിന്റെ റസൂലിനെ തന്റെ മുടിക്കച്ചവടം ശരിയാകാൻ വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുകയും അമ്പലക്കടവിനെയും അതുപോലെ തന്നെ നാസർ ഫൈസി കൂടത്തായിയും പോലെയുള്ള ആളുകളെ 6 വർഷം തടവിലിട്ടിട്ട് ബ്ലേഡ് കൊടുക്കാതിരുന്നാൽ എന്താകുമോ അതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസിക്ക് സഹിക്കാനാവൂല. ആ വിശ്വാസത്തെ പ്രകടപ്പെടുത്തുന്ന വിധത്തിലുള്ള നിന്ദയാണ് കാന്തപുരം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ, കണ്ണു തുറക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് സാധിച്ചിട്ടില്ലെങ്കിൽ ഞാനൊന്നേ പറയുന്നുള്ളൂ, എല്ലാവരെയും കൂട്ടാം, പക്ഷേ ഇങ്ങനെ കൂട്ടിയാൽ അപകടമുണ്ടാകും. ആ അപകടത്തെ തിരിച്ചറിയുകയാണ് വേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.